ശരണ്യ, ഇവിടെ ഇപ്പോൾ ഇവരുടെ ഒരു ആക്രമണ രീതിയൊക്കെ നമുക്കറിയാം. ഏത് തരത്തിലാണ് ഇവർ മോഷണം നടത്തുന്നത്. ഇപ്പോൾ ഇന്നലെയൊക്കെ മാവേലിക്കരയിലെ തഴക്കര ഭാഗങ്ങളിലൊക്കെ കുറുവാ സംഘങ്ങളെ കണ്ടു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ അത്തരത്തിലുള്ള ഭീതിയുണ്ട്. ഈ 14 പേരെന്ന് പറയുന്ന ഒരുപക്ഷെ 14 സ്ഥലങ്ങളിലായിരിക്കാം ഇവരുടെ ഈ മോഷണ രീതി, അവിടെ ആയിരിക്കാം ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകൾ വന്ന പശ്ചാത്തലത്തിൽ ഇനി അവർ കൂടിച്ചേരാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും വളരെ കുറവുമാണ്. അപ്പോൾ ഇതിപ്പോൾ ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങേണ്ട അന്വേഷണമല്ല, അല്ലെങ്കിൽ എറണാകുളത്ത് മാത്രം ഒതുങ്ങേണ്ട അന്വേഷണമല്ല. എല്ലാ സ്ഥലങ്ങളിലും പോലീസ് ജാഗ്രത പാലിക്കേണ്ടി വരും. കൂടുതൽ സംഘാംഗങ്ങൾ ഉണ്ടോ എന്നത് തിരയേണ്ടി വരും. അങ്ങനെ വ്യാപകമായ തോതിലുള്ള അന്വേഷണവും തെരച്ചിലുമൊക്കെ നടക്കുന്നുണ്ടോ? എന്താണ് മനസ്സിലാക്കേണ്ടത് പോലീസിന്റെ ഭാഗത്തു നിന്ന്? അപ്പം ഈ സന്തോഷ് സെൽവത്തെ ചോദ്യം ചെയ്തപ്പോൾ ഇതുവരെയുള്ള പ്രാഥമികമായ ചോദ്യം ചെയ്തതിൽ കിട്ടിയ വിവരങ്ങൾ എന്തെങ്കിലും പോലീസ് പങ്കുവെക്കുന്നുണ്ടോ? ഇത് രഞ്ജിത്ത്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സന്തോഷൊക്കെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് സന്തോഷിന്റെ ചോദ്യം ചെയ്യലിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് 8ഓളം കേസുകളുണ്ടെന്നാണ്. അങ്ങനെയല്ല, സന്തോഷ് ചോദ്യം ചെയ്യലിൽ തന്നെ പറഞ്ഞത് തനിക്ക് 30ഓളം കേസുകൾ ഉണ്ട് എന്നുള്ളത് അയാൾ തന്നെ ഇങ്ങോട്ട് തുറന്നു പറയുകയായിരുന്നു. ഒപ്പം ഇന്നലെ തന്നെ വളരെ നാടകീയമായ കാര്യങ്ങളൊക്കെ ആണ് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്. അതായത് നമുക്കറിയാം, സന്തോഷിനെ കുണ്ടന്നൂരിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന ഘട്ടത്തില് സന്തോഷിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ, സ്ത്രീകൾ ഉൾപ്പെടെ ആയുധങ്ങളുമൊക്കെയായി പോലീസിനെ അവർ വളഞ്ഞു വെക്കുകയും ആക്രമിക്കുന്ന രീതിയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞാണ് സന്തോഷ് ചാടിപ്പോവുകയും പിന്നീട് സന്തോഷിനെ പിടിക്കാനും കഴിഞ്ഞു. അതേ ആളുകൾ തന്നെ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഈ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു ആൾക്കൂട്ടം മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സ്ത്രീകൾക്കുൾപ്പെടെ മോഷണത്തിൽ കേസുകളുള്ള ആളുകളാണ്. 4 കേസ് തനിക്കുണ്ട് എന്ന് ആണ് സന്തോഷിന്റെ അമ്മ എന്നോട് പറഞ്ഞത്. അത്തരത്തിൽ ഇവര് ഈ രീതിയിൽ വളരെ കാലങ്ങളായി ഇതിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്ത് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. ഇപ്പോഴും സന്തോഷിൽ നിന്ന് വലിയ വിവരങ്ങളൊന്നും പോലീസിന് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഈ കസ്റ്റഡിയിലേക്ക് ലഭ്യമായ ശേഷമേ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ കഴിയൂ. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവിടെ എത്തിച്ചത്, പുലർച്ചെയോടെയാണ് എത്തിച്ചത്. ഇന്നലെ തന്നെ റിമാൻഡിനായിട്ട് കൊടുക്കേണ്ടിയും വന്നിട്ടുണ്ട്. പക്ഷേ കസ്റ്റഡിയിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വാർത്തകൾ വന്നു എന്ന് വെച്ചിട്ടുള്ള ഭയമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഒരിടത്തു നിന്ന് പോലീസ് എല്ലാവരും പറഞ്ഞ് നാട് മുഴുവൻ സ്ക്വാഡുകൾ ഇറങ്ങുകയും പോലീസിനെ കൂടാതെ നാട്ടുകാർ കൂടി സ്ക്വാഡായി ഇറങ്ങുകയും ചെയ്തപ്പോഴും ഇവിടെ മോഷണം നടന്നു. അപ്പൊ ആ രീതിയിൽ മോഷണം നടന്നുകൊണ്ടിരിക്കും. ഒരു സീസണലായിട്ടാണ് ഇവർ വന്ന് മോഷ്ടിച്ചിട്ട് പോകുന്നത്. കുറച്ചു നാള് വരും, അതിനുശേഷം ഒരു സീസണലായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇവർ കേന്ദ്രീകരിച്ച് പലയിടങ്ങളിലായി കയറും. അതിനുശേഷം പിന്നീട് കുറെ നാൾ ഇവരുണ്ടാവില്ല, അത് കഴിഞ്ഞ് വീണ്ടും വരും. അതാണ് ഇവരുടെ ഒരു രീതി. എന്നാലും എറണാകുളത്ത് നിന്നും ആ തെരച്ചിൽ നടത്തിയ കൂട്ടത്തിൽ സന്തോഷിനെ മാത്രമേ കുറുവ സംഘാംഗമായി കണ്ടെത്താനായി പോലീസിന് കഴിഞ്ഞിട്ടുള്ളൂ. അത് ആദ്യഘട്ടം മുതൽ തന്നെ മണ്ണഞ്ചേരി പോലീസ് വളരെ കൃത്യമായ ഒരു കണക്കൂട്ടലിലായിരുന്നു പോയിരുന്നത്. കാരണം ഈ സന്തോഷ് പാലായിൽ നിന്ന് ജയിൽ മോചിതരായവരാണ് ഈ പ്രതികൾ എന്നുള്ള സംശയം പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് സന്തോഷ്. കാരണം സന്തോഷ് പാലയിൽ നിന്നും ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 മാസം മാത്രമേ ആവുന്നുള്ളൂ. 2 മാസത്തിന് മുൻപാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് ശേഷമാണ് വന്ന് ഈ കുണ്ടന്നൂരില് മണികണ്ഠന്റെ ഒക്കെ കുടുംബത്തോടൊപ്പം നിന്ന് മണികണ്ഠനുമായി ബന്ധമുണ്ട്. അതായത് സന്തോഷിന്റെ സഹോദരിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് മണികണ്ഠനാണ്. മണികണ്ഠൻ തിരുട്ടി ഗ്രാമത്തിന് പുറത്തുള്ള ഒരാളാണ്. അവിടെ നിന്നും തിരുട്ടി ഗ്രാമത്തിനുള്ളിലേക്ക് വിവാഹിതനായി വന്ന ഒരാളാണ്. പക്ഷെ സന്തോഷ് തിരുട്ടി ഗ്രാമത്തിലെ തന്നെ ഉള്ള ആളുമാണ്. അപ്പോ മണികണ്ഠനിലേക്ക് കണക്ട് ചെയ്യാൻ ഇപ്പോഴും പോലീസിന് പറ്റിയിട്ടില്ല. ചോദ്യം ചെയ്യലിൽ ഒന്നും തന്നെ ഇവർക്ക് മണികണ്ഠൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം സ്ഥിരീകരിക്കാനോ ഒന്നും ഈ സന്തോഷിനെ ചോദ്യം ചെയ്തിട്ട് പോലീസിന് കിട്ടിയിട്ടില്ല എന്നുള്ള മാത്രമല്ല, മണികണ്ഠനെ ചോദ്യം ചെയ്തിട്ടും അത് അങ്ങനെ കണക്ട് ചെയ്യാൻ പോലീസിന് പറ്റിയിട്ടില്ല. ഇവരെ ചോദ്യം ചെയ്ത് ഇവരുടെ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. നമുക്കറിയാം, 2019 ശേഷം ആലപ്പുഴയിൽ വീണ്ടും ഒരു വർഷക്കാലം വളരെ അധികം കേസുകൾ, 19ഓളം കേസുകൾ ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു കേസിൽ പോലും പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കുറുവാ സംഘവുമായി ബന്ധപ്പെട്ട് മാരാരിക്കുളത്തൊക്കെ ക്രൂരമായി വീട്ടിൽ കയറി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കേസുകളിലൊന്നും തന്നെ പ്രതികളെ കിട്ടിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ല ക്രിമിനൽ പശ്ചാത്തലവും കാര്യങ്ങൾ ചോദിച്ചറിയാൻ വളരെ ശ്രമകരമാവുകയും ചെയ്യുന്ന ഒരാളെയാണ് സന്തോഷം. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം.